Public transport in Kerala is a commonly used means of transport. The privately owned buses are a major part of this system. The pandemic has had its impact on private bus owners and workers also. കൊറോണ വന്നതിന് ശേഷം ഏപ്രിൽ മെയ് വരെ ബസ് ഓടാതെ നിർത്തിയിട്ടു. പിന്നെ അത് കഴിഞ്ഞ ശേഷം വാഹനം ഓടാണ്ടതിന് ശേഷം അതിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരാൻ തുടങ്ങി, ബസ് നശിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇത് എടുത്ത് ഓടാൻ തുടങ്ങിയത്. സാധാരണ 13,000-14,000 രൂപ കളക്ഷൻ ഓടിയിരുന്ന ബസ്സാണ് ഇപ്പോൾ ഓടുന്നത് 5,000 രൂപ 6,000 രൂപയുടെ ചോടെ എന്ന രീതിയിലാണ് കളക്ഷൻ കിട്ടുന്നത്. പണ്ട് എങ്ങനെയും 2,000 രൂപയോളം ബാലൻസ് വന്നിരുന്നത് ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് പോകുന്ന രീതിയിലാണ്. ദിവസം ഒരു 100-400 രൂപ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഓടുന്നത്. 4 പണിക്കാർ ജീവനക്കാർ ബസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ 2 പണിക്കാരെ വെച്ചിട്ടാണ് ബസ് ഓടുന്നത്. അതുതന്നെ അവർക്ക് അന്ന് 1000 രൂപയുടെ ഒരാൾക്ക് ശമ്പളം കൊടുത്തിരുന്നത് ഇപ്പോൾ 500 രൂപ വെച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അവർക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷേ അവരെ വീട്ടിലെ ചെലവിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് അവർ ഈ ചെറിയ ശമ്പളത്തിനും ഇപ്പോൾ ജോലിക്ക് വരുന്നത്. Everything from high fuel price to the fear of the general public in catching the virus in public transport are reasons for the loss faced by private buses in Kerala. ഗവൺമെൻറ്റുകൾ നിർദ്ദേശിച്ച പ്രകാരം കുറഞ്ഞ ആളുകളെ മാത്രം കയറ്റി സർവീസ് നടത്തുക എന്നത് ഈ കൂടിയ ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗികമല്ല. തൊഴിൽശാലകളും സ്കൂളുകളും മറ്റ് ഇതര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നതും ജനങ്ങൾ പൊതുഗതാഗതങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതും ഈ മേഖലയിലെ വളരെ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട്. The private buses, which used to have maximum occupancy, now run with a handful of passengers. The future of private buses are now in the balance. With no signs of the coronavirus pandemic slowing down and the general public losing trust in public transport, the Bus Owners Association and the many that are employed under the private buses, are in a dark spot at the moment. Reporting from Tirur with cameraman Adarsh Yuni, Akshay Krishna for ACJ News.